MS ഓഫീസ് ടൂൾസ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. 2 എക്സൽ ഫയൽ പിവറ്റ് ടേബിൾ ഉപയോഗിച്ച് ഈ 2 സ്റ്റോർ ഡാറ്റ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായി ഈ ഒന്നാമത്തെ സ്റ്റോറിൽ ഒരു കോളത്തിൽ കഴ്സർ വെച്ചതിന് ശേഷം കൺട്രോൾ T ഉപയോഗിച്ച് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ടേബിൾ നെയിം സ്റ്റോർ 1 എന്ന് ചേഞ്ച് ചെയ്യുക. ഇവിടെ നിന്നും ഡിസൈൻ നോർമലായി കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റോർ ഇവിടെ നിന്നും ടേബിളിലാക്കുന്നതിനായി ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ടേബിൾ നെയിം സ്റ്റോർ 2 എന്ന് ചേഞ്ച് ചെയ്യുക. ഡിസൈൻ നോർമലായി കൊടുക്കുക. അടുത്തത് ഡാറ്റ എന്ന ഓപ്ഷൻ വരിക. ഇവിടെ നിന്നും ഫ്രം ടേബിൾ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. MS ഓഫീസ് 2005 or 6 ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രം ഷീറ്റ് എന്ന വേറെ ഓപ്ഷൻ കാണാവുന്നതാണ്. ഇത് 2016 ഇതിൻ്റെ പേരിൽ ഫ്രം ടേബിൾ എന്ന ഈ ഓപ്ഷനിൽ വന്ന് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി കാണാം. ഇവിടെ നിന്നും ആദ്യം ഇതിൻ്റെ ഡേറ്റ് എന്ന ഓപ്ഷനിൽ വന്ന് ഇത് ഡേറ്റ് മാത്രമേ കൊടുക്കൂ. ഇതിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുന്നതിനായി ചേഞ്ച് ടൈപ്പ് എന്ന ഇത് ഓപ്ഷനിൽ വരിക. ഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് ഡേറ്റ് മാത്രമാക്കി സെലക്ട് ചെയ്യുക. ഇവിടെ സോഴ്സ് എന്ന ഈ ഓപ്ഷനിൽ വരിക. ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിനായി ഈ പോർഷനിൽ കഴ്സർ വെച്ചതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ആയി കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഈ ഫയൽ സോഴ്സ് എന്ന ഈ ഓപ്ഷനിൽ വന്ന് ഇവിടെ നിന്നും ടേബിൾ സ്റ്റോർ 2 എന്നത് 1 ആക്കി കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇവിടെ നെയിം ചേഞ്ച് ചെയ്യുക. ടേബിൾ സ്റ്റോർ 1. അടുത്തത് ഇതിനെ അപ്പൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ക്ലോസ് ആൻഡ് ലോഡ് എന്ന ഈ ഓപ്ഷനിൽ വന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ആൻഡ് ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന് ടേബിൾ ഓൺലി ക്രിയേറ്റ് കണക്ഷൻ, ഈ ഓൺലി ക്രിയേറ്റ് കണക്ഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ലോഡ് ചെയ്യുക. അടുത്ത ഈ 2 ഫയലും അപ്പൻഡ് ചെയ്യുന്ന ഒരു സ്റ്റോറാക്കി മാറ്റുന്നതിനായി ഇവിടെ ന്യൂ ക്വയറി എന്ന ഈ ഓപ്ഷനിൽ വരിക. ഇവിടെ നിന്നും കമ്പൈൻ ക്വയറീസ് എന്ന ഈ ഓപ്ഷൻ വന്ന് അപ്പൻഡ് എന്ന ഈ ഓപ്ഷൻ കൊടുക്കുക. ഇത് 2016 എന്ന MS ഓഫീസ് 2016 ഈ ഓപ്ഷൻ ആയിരിക്കും. അതല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് 2005 or 6 ആണെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഇൻ്റർഫേസ് ഓപ്പൺ ആവും. ഇവിടെ വന്ന് ഈ ഓപ്ഷൻ അപ്പൻഡ് ക്വയറീസ് എന്ന ഈ ഓപ്ഷനിൽ ഡ്രോപ്പ് ഡൗൺ ഏരോ കാണാവുന്നതാണ്. ഇതിന് താഴെ അപ്പൻഡ് ക്വയറീസ് ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അപ്പൻഡ് ചെയ്യുന്നതാണ്. ഇത് 2016 ആയതിൻ്റെ പേരിൽ ഇവിടെ നിന്നും ന്യൂ ക്വയറി എന്ന ഓപ്ഷനിൽ വന്ന് കമ്പൈൻ ക്വയറീസ് എന്ന ഓപ്ഷനിൽ അപ്പൻഡഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇത് അപ്പൻഡഡ് ആക്കാവുന്നതാണ്. ഇവിടെ നിന്നും അപ്പൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ടേബിൾ സ്റ്റോറും രണ്ടാമത്തെ ടേബിൾ സ്റ്റോറും സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ വീണ്ടും ഈ ഇൻ്റർഫേസിലേക്ക് തിരികെ വരുന്നതാണ്. ഇവിടെ നിന്നും ഈ അപ്പൻഡഡ് എന്ന ഓപ്ഷൻ മാറ്റി ഓൾ സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഈ ടേബിൾ സ്റ്റോർ 1 എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് കോളം എന്ന ഈ ഓപ്ഷനിൽ വരിക. ഇവിടെ നിന്നും ആഡ് കസ്റ്റം കോളം എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഇൻ്റർഫേസ് വീണ്ടും ഓപ്പൺ ആവും. അവിടെ വന്ന് ഇവിടെ സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്യുക.
ഇതിന് താഴെ കസ്റ്റം ഫോർമുല എന്ന കോളത്തിൽ വന്ന് കൊട്ടേഷൻ ഓപ്പൺ ചെയ്ത് സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്യുക. സ്റ്റോർ 1 സ്പേസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ ടേബിൾ സ്റ്റോർ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതേ ഓപ്ഷൻ തന്നെ ആഡ് കോളം എന്ന ഈ ഓപ്ഷനിൽ വന്ന് ആഡ് കോളം കസ്റ്റംസ് കോളം എന്ന ഈ ഓപ്ഷനിൽ വരിക. ഇവിടെ നിന്നും കസ്റ്റം എന്നതിൽ സ്റ്റോർ എന്ന് ചേഞ്ച് കൊടുക്കുക. സ്റ്റോർ എന്ന് ചേഞ്ച് ചെയ്യുക. ഇവിടെ കൊട്ടേഷൻ ഓപ്പൺ ചെയ്ത് സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്യുക. സ്റ്റോർ 2 എന്ന് ടൈപ്പ് ചെയ്യുക. കൊട്ടേഷൻ ക്ലോസ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇവിടെ കാണാവുന്നതാണ് സ്റ്റോർ 1ഉം സ്റ്റോർ 2ഉം ഇവിടെ കാണാവുന്നതാണ്. ശേഷം ഈ ഹോം എന്ന ഫയൽ വരിക. വീണ്ടും ക്ലോസ് ആൻഡ് ലോഡ് ടു എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ടേബിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ലോഡ് ചെയ്യുക. ഓൾ സ്റ്റോർ ഇവിടെ ലോഡ് ചെയ്തായി കാണാം. 218 റോ ലോഡഡ്. അതിനുശേഷം ഇൻസെർട്ട് എന്ന ഓപ്ഷനിൽ വരിക. ഇവിടെ നിന്നും പിവറ്റ് ടേബിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് യൂസ് സെലക്ട് ടേബിൾ അറേഞ്ച്. ഇത് ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. ന്യൂ ഷീറ്റിൽ വേണം, എക്സിസ്റ്റിംഗ് ഷീറ്റിൽ വേണം, വർക്ക് ഷീറ്റിൽ വേണമെന്നോ നമുക്ക് ന്യൂ ഷീറ്റിലേക്ക് ലോഡ് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ കൊടുക്കുക. ഇവിടെ നിന്ന് കാറ്റഗറി എന്നത് റോ എന്ന ഈ കോളത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ക്വാണ്ടിറ്റി വാല്യൂ എന്ന ഈ കോളത്തിലേക്കും സെയിൽസ് എമൗണ്ട് വാല്യൂ എന്ന ഈ കോളത്തിലേക്കും ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. അതുപോലെ സ്റ്റോർ എന്നത് ഫിൽറ്റർ എന്ന കോളത്തിലും ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ നിന്ന് സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇതിൻ്റെ ടോട്ടൽ സെയിൽസ് റിപ്പോർട്ട് ഇവിടെ കാണും. 2 സ്റ്റോറിൻ്റെയും ടോട്ടൽ സെയിൽസ് റിപ്പോർട്ട്. ഇതൊരു 1 സ്റ്റോറിൻ്റെ ആണെങ്കിൽ ഇവിടെ നിന്നും ഇത് റിമൂവ് ചെയ്ത് ഒരു സ്റ്റോറിൻ്റെ ടോട്ടൽ സെയിൽസ് റിപ്പോർട്ട് ക്വാണ്ടിറ്റി ആൻഡ് എമൗണ്ട് സെയിൽസ് എമൗണ്ട് ഇവിടെ കാണും. ഇനി ഇത് രണ്ടും സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. മൾട്ടിപ്പിൾ പേജ് പിവറ്റ് ടേബിൾ ഉപയോഗിച്ച് എങ്ങനെ കണ്ടെത്താം, അഥവാ 2 സ്റ്റോറിലെ ഡാറ്റ പിവറ്റ് ടേബിൾ ഉപയോഗിച്ച് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. എക്സലിലെ 2 വർക്ക്ഷീറ്റിലെ ഡാറ്റ പിവറ്റ് ടേബിൾ ഉപയോഗിച്ച് എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഈ ഫംഗ്ഷൻ വളരെ ഉപകാരപ്രദമായ ഒരു ഫംഗ്ഷനാകുന്നു. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക.